തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിനുള്ള കൊട്ടിക്കലാശം ആരംഭിച്ചു. കാസർഗോഡ് മുതൽ തൃശൂർ വരെ 7 ജില്ലകളാണ് മറ്റന്നാൾ വിധി എഴുതുന്നത്. വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. സമഗ്ര കവറേജാണ് ന്യൂസ് മലയാളത്തിൽ ഉള്ളത്. നമ്മുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ഇപ്പോൾ ശാന്തകുമാറിലേക്ക് ആദ്യം പോയാൽ മലപ്പുറത്ത് നിന്നാണ് ശാന്തകുമാർ ചേരുന്നത്. ശാന്തകുമാർ, എന്താണ് അവിടുത്തെ കൊട്ടിക്കലാശത്തിന്റെ വിശേഷങ്ങൾ? വലിയ ആവേശത്തിലാണോ മുന്നണികൾ ഉള്ളത്? എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? തീർച്ചയായും തന്നെയാണ് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ, ഏറ്റവും കൂടുതൽ വോട്ടർമാർ, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെല്ലാം ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് അടക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് മലപ്പുറത്തെ പൂക്കോട്ടൂർ പഞ്ചായത്താണ്. പഞ്ചായത്തിൽ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടന്നത്. നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു വശത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, മറുവശത്ത് LDFന്റെ പ്രവർത്തകരുണ്ട്. അവർ വലിയ ആവേശത്തോടുകൂടി തന്നെ ഒരു 3 മണിയോടുകൂടി തന്നെ വണ്ടിമുട്ട് കേന്ദ്രീകരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. നേരത്തെ ഒരു ചെറിയ തോതിൽ പ്രവർത്തന സമയത്ത് ഒന്നും തള്ളുമെല്ലാം ഉണ്ടായെങ്കിൽ അത് മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ട് പരിഹരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും കഴിഞ്ഞിരുന്നു. തുടർന്ന് ഇപ്പോൾ വലിയ തോതിലുള്ള ആവേശത്തിലേക്ക് തന്നെയാണ് കാരണം ഈ വണ്ടിമുക്കിലെ ഒരു റോഡിന്റെ 2 വശങ്ങളിലായി 2 ഭാഗത്തായിരുന്നുകൊണ്ട് വാദ്യമേളകളും അതുപോലെ തന്നെ മാരപ്പടക്കമെല്ലാമായി അത് ആഘോഷമാക്കാൻ, കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ശാന്തൻ തുടരുക. ശാന്തൻ ഏതോ മതിലിന് മുകളിലാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് പേടിയാകുന്നുണ്ട്. ഏതായാലും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിൽക്കുക. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. തിരിച്ചെത്താം വളരെ വേഗം ശാന്തകുമാറിലേക്ക്.